എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ സ്ഥിരജോലി നേടാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കാണ് ഇപ്പോൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC വഴിയാണ്. കാറ്റഗറി നമ്പർ 432/2024 ആണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 15,700 മുതൽ 33,400 വരെയാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. കാൻഡിഡേറ്റ്സ് 2/1/1988 1/1/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവുമുണ്ട്. ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് BCom ആണ്. BComന് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ BCom വിത്ത് 60% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേറെ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അപേക്ഷിക്കേണ്ടത് കേരള PSCയുടെ ഔദ്യോഗിക സൈറ്റായ kerala.psc.gov.in വഴിയാണ്. നിങ്ങൾ PSC വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി January 1 ആണ്. അതിന് മുമ്പായിട്ട് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട, kerala.psc.gov.in ആണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള BCom യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ 432/2024 ആണ്. താല്പര്യമുള്ളവർ PSC വഴി അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.